അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കരകയറ്റാനുള്ള ഒറ്റ മൂലിയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണ്ടെത്തിയ ലോക വ്യാപാര യുദ്ധവും പ്രതികാര ചുങ്കവും ഇന്ത്യക്ക് കടുത്ത ആഘാതം തന്നെയായിരിക്കും. അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ പകരച്ചുങ്ക പ്രഖ്യാപനത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടും ഇന്ത്യ ഇതുവരെ പ്രതികരിക്കാത്തത് മോദി സർക്കാരിന്റെ അമേരിക്കൻ ദാസ്യത്തിന്റെ തെളിവ് തന്നെയാണ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് മോദി തന്നെ അവകാശപ്പെടുമ്പോൾ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട് തന്നെയാണ് ട്രംപ് സ്വീകരിച്ചു വരുന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള തീരുവ വർധനവയ്ക്കെതിരെ മിണ്ടാനുള്ള ഒരു ധൈര്യം പോലും മോദിക്ക് ഇല്ലാതായി പോയി. രാജ്യസ്നേഹത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം പുകഴ്ത്തുന്ന BJPയുടെ മുഖംമൂടിയാണ് ഇതോടെ അഴിഞ്ഞ് വീഴുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 27% ഇറക്കുമതി തീരുവയാണ് ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതും അമേരിക്കയിൽ ലഭ്യമല്ലാത്തതുമായ മരുന്നുകൾ, സെമി കണ്ടക്ടറുകൾ, ഊർജം, ചില ധാതുക്കൾ എന്നിവ ഒഴികെയുള്ളവയ്ക്കെല്ലാം ഉയർന്ന തീരുവ ചുമത്തിയിട്ടുണ്ട്. 20% ചുങ്കമാണ് ഇന്ത്യ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 27% ആക്കിയതോടെ ഇന്ത്യയോടുള്ള അമേരിക്കയുടെ സമീപനം എന്താണ് എന്ന് അവർ വ്യക്തമാക്കുകയായിരുന്നു. അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ അവിടെ പോയി ട്രംപിന്റെയും മസ്കിന്റെയും കാലും പിടിച്ച് മോട്ടോർ വാഹനങ്ങളുടെയും വിസ്കിയുടെയും ഇറക്കുമതി തീരുവ കുറച്ചും മോദി നടത്തിയ ശ്രമങ്ങളെല്ലാം പൂർണ്ണമായി പാഴാവുക തന്നെയായിരുന്നു. ഇന്ത്യയുമായി വലിയ തോതിൽ വ്യാപാര പങ്കാളിത്തമുള്ള രാജ്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക. പ്രതികാര ചുങ്കത്തോടെ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് കടുത്ത ആഘാതമാണ് ഉണ്ടാകാൻ പോകുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനം, കശുവണ്ടി ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ, ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ, മാംസം, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി കടുത്തത് തന്നെയായിരിക്കും. അതൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നികുതി വർധനവോടെ അമേരിക്കൻ കമ്പോളത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയും ആവശ്യക്കാർ ചുരുങ്ങുകയും ചെയ്യും. ഇന്ത്യയുടെ കയറ്റുമതി വലിയ തോതിൽ തകരുന്നതായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം 258 കോടി ഡോളറിന്റെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നത്. US വാണിജ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം 12,900 കോടി ഡോളറിന്റെ, അതായത് ഏകദേശം 11 ലക്ഷം കോടി രൂപയുടെ വ്യാപാരമാണ് കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയുമായി ഉണ്ടായത്. അമേരിക്കയുടെ പുതിയ തീരുമാനത്തിന്റെ ഫലമായി ഇന്ത്യയുടെ കയറ്റുമതി ചുരുങ്ങിയത് 1500 കോടി ഡോളറിന്റെ ഇടിവുണ്ടാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാർഷിക മേഖലയ്ക്കും സമുദ്രോൽപ്പന്ന മേഖലയ്ക്കും ഉണ്ടാകുന്ന തിരിച്ചടി കേരളത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കും. 2023-24 വർഷം 21,734 കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 1000 കോടി കേരളത്തിൽ നിന്നായിരുന്നു. കാർഷികോൽപ്പന്ന കയറ്റുമതി 42,635 കോടി രൂപയുടേതായിരുന്നു. കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും അധികം വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് അമേരിക്ക. കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ 400 കോടിയുടെ കാർഷികോൽപ്പന്നങ്ങളാണ് കേരളത്തിൽ നിന്ന് മാത്രം US-ലേക്ക് കയറ്റി അയച്ചിട്ടുള്ളത്. പുതിയ തീരുവ പ്രഖ്യാപനത്തോടെ ഇതെല്ലാം നിലയ്ക്കാൻ തന്നെയാണ് സാധ്യത. ചൈന ഉൾപ്പെടെയുള്ള രാജ്യത്തെ വൻ സാമ്പത്തിക ശക്തിയായി വളർന്നതും ലോക രാജ്യങ്ങൾക്ക് മേൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന മേൽക്കോയ്മ തകർന്നതും വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുമാണ് അമേരിക്കയുടെ ലോക വ്യാപാര യുദ്ധ നീക്കത്തിന് പിന്നിലുള്ളത്. അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കാനെന്നുള്ള പേരിൽ ഇറക്കുമതി തീരുവ 10 മുതൽ 40% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റഷ്യയിൽ നിന്ന് വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മേൽ 25 മുതൽ 50% വരെ അധിക നികുതി ചുമത്താമെന്നുള്ള പ്രഖ്യാപനം കൂടി പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രഹരമായിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത്. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കൻ നീക്കത്തിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നിട്ടും വിശ്വഗുരു എന്ന് അവകാശപ്പെടുന്ന മോദിയുടെ മൗനം ഇന്ത്യൻ ജനതയെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. ഇന്ത്യയെ അമേരിക്കയുടെ അടിമ രാജ്യമാക്കാനുള്ള BJP സർക്കാരിന്റെ നീക്കത്തിനെതിരെ കടുത്ത പ്രതിരോധം തീർക്കാൻ രാജ്യസ്നേഹികളും രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വന്നില്ല എങ്കിൽ വലിയ ആപത്ത് തന്നെയായിരിക്കും ഇന്ത്യ നേരിടാൻ പോകുന്നത്.